താഴെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അതൊക്കെ ഇയാളുടെ ബന്ധുക്കളാ? അതെ. വീണയ്ക്ക് BEdോ PGയോ ചെയ്യാൻ താല്പര്യമുണ്ടോ? ഇല്ല. മിഥുൻ BSc മാത്സ് അല്ലായിരുന്നോ? പിന്നെ എന്താ PG ചെയ്യാനേ? PG ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ ആ സമയത്ത് ജോലിക്ക് കയറി. പിന്നെ വീട്ടിൽ കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഓ, ഇപ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ ഓക്കെ ആയല്ലേ? അപ്പോൾ പിന്നെ ഇനിയാണെങ്കിലും ട്രൈ ചെയ്യാമല്ലോ. തനിക്ക് ഇതിനു മുമ്പ് വല്ല റിലേഷൻ ഉണ്ടായിരുന്നു കോളേജിലോ മറ്റോ പഠിക്കുമ്പോൾ? കോളേജിൽ പഠിക്കുമ്പോൾ റിലേഷനൊന്നുമില്ല. തനിക്കോ? ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഇങ്ങനെ ചോദ്യം ചോദിച്ചത്. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാനൊരു പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലായിരുന്നു. 2 വർഷം മുമ്പ് വരെ റിലേഷൻ ഉണ്ടായിരുന്നു, പിന്നെ ബ്രേക്കപ്പായി. ബ്രേക്കപ്പ് ആവാൻ എന്താ റീസൺ? ഞങ്ങൾ 2 കാസ്റ്റായിരുന്നു. എൻ്റെ വീട്ടിലെല്ലാം ഓക്കെ ആയിരുന്നു, പക്ഷേ അവളുടെ വീട്ടിൽ അവളെ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്ത് വേറെ കല്യാണം കഴിപ്പിച്ചു. നിങ്ങൾ തമ്മിൽ ഇപ്പോഴും ഫ്രണ്ട്ലി ആണോ? ഇല്ല, ഞങ്ങൾ വല്ല ഹായ്, ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ് മെസ്സേജ് അത്രേ ഉള്ളൂ. എടോ, തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ സംസാരിക്കുന്നത് തന്നെ. താൻ നന്നായിട്ട് ആലോചിച്ചൊരു മറുപടി പറഞ്ഞാൽ മതി. ഒരു മിനിറ്റ്. ഹലോ 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 അപ്പു. ഹലോ ചെറുക്കനും വീട്ടുകാരൊക്കെ വന്നോ? പണ്ടത്തെ കാര്യങ്ങൾ അവരോടൊന്നും പോയി വിളമ്പാൻ നിൽക്കണ്ട. പുറത്തറിഞ്ഞ നടക്കേടാ, കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യേണ്ടി വരും. അപ്പു എടാ, താഴെ ഒരു അനിയത്തി കൂടി ഉണ്ടെന്ന് നീ ആലോചിക്കണം. അവളുടെ ഭാവി നീയായിട്ട് തുറക്കരുത്. ബ്രദറായിരുന്നല്ലോ വിളിച്ചത്. അയാൾ ഇനി എന്നാ നാട്ടിലേക്ക്? മേ ബി നെക്സ്റ്റ് മന്ത്. ഓ, എടോ, തനിക്ക് എന്നോട് ഒന്നും ചോദിക്കാനില്ലേ? എങ്കിൽ ഞാൻ പോക്കോട്ടെ. ഞാൻ പറഞ്ഞത് മറക്കണ്ട. നന്നായിട്ട് ആലോചിച്ചൊരു മറുപടി പറഞ്ഞാൽ മതി. ശരി. മിഥുൻ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ പറഞ്ഞു? എടോ, താൻ എന്തിനാ ടെൻഷൻ ആവണേ? താൻ ഓപ്പണായിട്ട് പറഞ്ഞോ. എൻ്റെ അച്ഛനൊരു സുഹൃത്തുണ്ടായിരുന്നു, രാജേഷ് എന്നായിരുന്നു അയാളുടെ പേര്. അയാൾ ഞങ്ങളുടെ ഫാമിലിയായിട്ട് ഭയങ്കര അടുപ്പമായിരുന്നു. ഒരു സമയത്തൊക്കെ അയാൾ മിക്കപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ വരുമായിരുന്നു. വരുമ്പോഴൊക്കെ ഞങ്ങൾക്ക് 3 പേർക്കും ചോക്ലേറ്റ്സും സ്വീറ്റ്സും ഒക്കെ കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 3 പേർക്ക് അയാളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാനൊരു 8th ആയപ്പോഴേക്കും അയാൾ എന്നെയും ചിന്നുവിനെയും തൊടുന്ന രീതിയൊക്കെ ആകെ മാറി തുടങ്ങി. അതോടെ ഞങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ അയാളോട് ഡിസ്റ്റൻസ് ഇട്ട് തുടങ്ങി. അച്ഛനോടും അമ്മയോടും പറഞ്ഞു അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും. അവരത് കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്ത് കളഞ്ഞു. ഒരിക്കൽ ഞാൻ 9th പഠിക്കുമ്പോൾ അച്ഛനും അമ്മയും അനിയത്തിയും അനിയനും എല്ലാവരും കൂടി ഒരു ഫാമിലി ഫങ്ഷന് പോയി. അന്ന് പിറ്റേന്ന് സ്കൂളിൽ അസൈൻമെൻറ്റ് വെക്കാനുള്ളത് കാരണം ഞാൻ പോയിട്ടില്ലായിരുന്നു. അന്ന് അയാൾ ഞങ്ങളുടെ വീട്ടിൽ വന്നു. ആ ദിവസം അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. മിഥുൻ, 7ഉം 12ഉം വയസ്സുള്ള കുട്ടികൾ റേപ്പ് വിക്ടിംസ് ആയിരുന്നു. പത്രത്തിലൂടെയൊക്കെ ഓരോ ദിവസവും ന്യൂസ് വായിക്കുമ്പോൾ ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല എനിക്കും അവസ്ഥ വരുന്നത്. അയാളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എനിക്കതെങ്ങനെ പറയണമെന്ന് പോലും അറിയില്ല. വല്ലാത്തൊരു അറപ്പാണ്. അന്ന് ഞാൻ ഫിസിക്കലി മെൻ്റലി എന്തുമാത്രം വേദന അനുഭവിച്ചു എന്നുള്ളത് അതെനിക്കൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതല്ല. നിങ്ങൾ കേസ് കൊടുത്തില്ലേ? അതായിരുന്നു ഏറ്റവും വലിയ കോമഡി. ഇക്കാര്യം വീട്ടിൽ പറഞ്ഞപ്പോൾ അവരുടെ റിയാക്ഷൻ, ഒരിക്കലും നാട്ടുകാരറിയരുത്, ആരും അറിയരുത്, അറിഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിൻ്റെ മാനം പോവും, അച്ഛനമ്മയ്ക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല, പിന്നെ ഒരു റേപ്പ് വിക്ടിമിനെ ഒരിക്കലും ആരും കല്യാണം കഴിക്കാനും തയ്യാറാവില്ല, പിന്നെ അനിയൻ്റെ അനിയത്തിൻ്റെയും ഭാവി, അങ്ങനെ ഒരു 100 കാര്യങ്ങൾ 4 വർഷത്തോടെ ചേർന്ന് എന്നെ സൈലൻ്റാക്കി. കേസിനും പോയില്ല, ഒന്നിനും പോയില്ല. എടോ, ഒരു പെൺകുട്ടിയുടെ ശരീരത്തിലാണോ വീടിൻ്റെ മാനും ഭാവിയൊക്കെ ഇരിക്കുന്നത്? തനിക്കറിയോ, നമ്മുടെ നാട്ടിൽ ഒരു ദിവസം ഏകദേശം 75 പേരെങ്കിലും റേപ്പ് വിക്ടിംസ് ആവുന്നുണ്ടാവും. അതിലെത്രയാണ് പുറത്ത് വരുന്നത്? മിക്കവരുടെ അവസ്ഥ എന്നെപ്പോലെ തന്നെയാണ്. കാരണം എന്താ? എൻ്റെ ഫാമിലിയുടെ ചിന്താഗതിയാണ് ഒട്ടുമിക്ക എല്ലാ ഫാമിലിക്കും. ഇതിപ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത താനാണല്ലോ ഫുള്ള് ശിക്ഷ ഏറ്റുവാങ്ങിയത്.
അന്ന് ആറ് ഇപ്പോഴും ജീവനോടുണ്ടോ? അയാൾ അയാളുടെ നാട്ടിലുണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ അവനെ കണ്ടിട്ടില്ല. തനിക്ക് അയാൾക്കെതിരെ കേസ് കൊടുക്കാൻ ധൈര്യമുണ്ടോ? ഈ കാര്യം തന്നെ നിങ്ങളോട് പറയരുതെന്ന് എനിക്കൊരു 100 ക്ലാസ് തന്നിട്ട് എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഇതെങ്ങനെ ഞാൻ തന്നോട് പറഞ്ഞെന്നറിഞ്ഞാൽ പിന്നെ അത് മതി. എടോ, ഞാൻ അവരുടെ കാര്യമല്ല ചോദിച്ചത്, തൻ്റെ കാര്യം ചോദിച്ചത്. തന്നെ ഒരാളെ ഇത്രയും ഉപദ്രവിച്ച് മാന്യമായിട്ട് പുറത്തുകൂടെ ഇറങ്ങുന്ന എനിക്ക് ഒരു കുഴപ്പമില്ല. അതൊന്നും പോസിബിൾ അല്ല മിഥുൻ. എടോ, താനൊന്ന് ആലോചിച്ച് നോക്കി. തന്നെ ഉപദ്രവിച്ച മാതിരി എത്ര പെൺപിള്ളേരെ അയാൾ ഉപദ്രവിച്ചിട്ടുണ്ടാവും? അയാളെ ഇനി ഇങ്ങനെ വിലസാൻ വിട്ട് കഴിഞ്ഞാൽ ഇനിയും പെൺപിള്ളേരെ അയാൾ ഉപദ്രവിക്കും. എനിക്കെന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ വാ, നമുക്ക് പോയിട്ട് കേസ് കൊടുക്കാം. മിഥുൻ, അതൊന്നും പോസിബിൾ അല്ലേ. ഇനി ഇതൊക്കെ ഒരുപാട് കാലം മുന്നേ ഉണ്ടായതാ. അപ്പോൾ ഞാൻ പറയുന്നതാണെന്ന് ആലോചിച്ചോ. അയാൾ ഇനിയും പെൺകുട്ടികളെ ഉപദ്രവിക്കാൻ ചാൻസ് ഉണ്ട്. താൻ അനുഭവിച്ച വേദന മറ്റൊരു പെൺകുട്ടി അനുഭവിക്കണം. താൻ എൻ്റെ കൂടെ ഇപ്പോൾ വരണം. താൻ വരുന്നുണ്ടോ? ആടാ, സൈക്കോളജിസ്റ്റ് നമ്പർ ഞാൻ വാട്സപ്പ് ചെയ്തേക്കാം. ആ പിന്നെ അവളുടെ അടുത്ത് എപ്പോഴും നീയോ അമ്മയോ ഉണ്ടാവണം കേട്ടോ. ആ അപ്പം ഞാൻ പിന്നെ വിളിക്കാടാ. ശരി. അലനായിരുന്നോ? ആ, അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? അവളിപ്പോൾ ഓക്കെ ആയി വരുന്നു. പിന്നെ അറിയാലോ, ഒരു റേപ്പ് വിക്ടിമിനെ സംബന്ധിച്ച് റിക്കവറി കുറച്ച് പാടാ. താനെന്നാ രാജേഷിനെതിരെ കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടാണ് സാറേനെ അബ്യൂസ് ചെയ്തവർക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കാൻ അലനും വീട്ടുകാർക്കും ധൈര്യം കിട്ടിയത്. താങ്ക്സ് എന്തിനാ? ഫോർ നത്തിങ്.